ഗുഡ് മോർണിംഗ്. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മലയാള മാധ്യമങ്ങൾ അത് വളരെ വലിയ ചർച്ചയാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായിരിക്കാം അതിന് കാരണം? ചോദ്യത്തിൽ വസ്തുതയുണ്ട്. നമ്മൾ ചിന്തിച്ചറിയാം, ബംഗാളിൽ നോക്കിയാൽ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ TMC ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് ചർച്ച ചെയ്യുമ്പോൾ TMK ഇവിടെ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ TMK കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടക്കുന്നില്ല. അതേസമയം അതുപോലെ തന്നെ ആന്ധ്ര ചർച്ച നടക്കുന്നുണ്ട്, തെലുങ്കുദേശ പാർട്ടിയെക്കുറിച്ച് ഇവിടെ വലിയ വിലയിരുത്തലുകൾ നടത്തപ്പെടുന്നില്ല. ബീഹാറിൽ ചർച്ച, നിതീഷ് കുമാറിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നില്ല. അതേസമയം കാശ്മീരിൽ ചർച്ച നടക്കുമ്പോൾ നാഷണൽ കോൺഫറൻസിനെ കുറിച്ച് PDP കുറിച്ച് ഒന്നും ഇവിടെ ചർച്ച നടക്കുന്നില്ല. പക്ഷേ ഡൽഹിയുടെ പ്രത്യേകത വെച്ചാൽ സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് ഭാഗ്യമായ അധികാരം മാത്രമല്ല ഈ കൊച്ചു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരള മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. അതിന് അവരുടേതായ കണക്കാണ്. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം ഇത്രയേ ഉള്ളൂ, മാങ്ങയുള്ള മാവിലെ ഏറുണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായിട്ട് ഡൽഹി സർക്കാരിനെ സമൂഹം വിലയിരുത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ മാധ്യമങ്ങൾക്ക് പലപ്പോഴും, എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായ രാഷ്ട്രീയ ചായ്വുകളുണ്ടാകാം, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകാം. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ച് മുത്തശ്ശി പാർട്ടികൾ, BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും തന്നെ ആം ആദ്മി പാർട്ടിയോട് വളരെ കമ്പനിയുള്ള പാർട്ടിയാണ്. അവർക്ക് അവരുടെ കാര്യം, പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധി ഇന്ത്യ അലയൻസിനൊക്കെ മുന്നിൽ നിന്നിരുന്നുവെങ്കിലും, ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നിരുന്നുവെങ്കിലും, സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ഒഴിവാക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത്. ആം ആദ്മി പാർട്ടി നിശ്ചയമായി വിമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അവരുടെ സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദം മൂലമായിരിക്കാം അതിനൊരു കാരണം. പ്രത്യേകിച്ച് ചോട്ടാ നേതാക്കളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ വരുമാനമാർഗം നിലയ്ക്കുന്നൊരു രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അഴിമതിരഹിത രാഷ്ട്രീയം, അല്ലെങ്കിൽ ഹോണസ്റ്റ് പൊളിറ്റിക്സ്, സംയുക്ത രാഷ്ട്രീയം, സത്യസന്ധതയുടെ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇത് നിലവിലുള്ള രാഷ്ട്രീയ തൊഴിലാളികളായിട്ടുള്ളവർ, പ്രത്യേകിച്ച് കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും രാഷ്ട്രീയം ഒരു വരുമാന മാർഗമാക്കുന്നത്, പൊതുപ്രവർത്തകർ ഒരു വരുമാന മാർഗമാക്കുന്നവരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ജീവിത വരുമാനം ഇല്ലാതാകുന്ന ഒരു പോളിസിയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിലവിൽ ഞാൻ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ ആം ആദ്മി പാർട്ടി വിമർശിക്കുന്നത് BJPക്കാരും കോൺഗ്രസ്സുകാരുമാണ്. അത് തന്നെയായിരിക്കും അതിന് കാരണം ഞാൻ കരുതുന്നു. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഇങ്ങനെ വന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വളരെ ഉയർന്നൊരു റിട്ടയറായ ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥനെ നമ്മൾ ചോദിച്ചു, ഈസ് കേജ്രിവാൾ ഗോയിങ് ക്രേസി, ഹരിയാന പോയിസണിങ് വാട്ടർ. ശരിക്കും ആ വാർത്ത കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി, എന്ത് പറ്റി കേജ്രിവാളിന്? സ്വാഭാവികമായിട്ട് ആർക്കും തോന്നുന്ന ചോദ്യം. കാരണം നമ്മുടെ മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻസ് വെച്ചാൽ നമ്മൾ പലരും വായിക്കുന്നുള്ളൂ, അതിന്റെ കണ്ടന്റ് നമ്മൾ വായിച്ചു നോക്കുന്നില്ല. ചിലപ്പോൾ ചില മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യം അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഒരു മാധ്യമങ്ങളുടെ വാർത്ത വന്നു കഴിഞ്ഞാൽ മാധ്യമത്തിന്റെ കണ്ടന്റ് വായിക്കുക മാത്രമല്ല, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക, സത്യം അറിയാനൊന്ന് ശ്രമിക്കണം. അങ്ങനെ യമുനയിലെ വിഷവിവാദത്തെക്കുറിച്ച് സത്യം അറിയാൻ ഞാനൊന്ന് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം ഇതാണ്. യമുന നദി ഹരിയാനയിൽ നിന്ന് ഒഴുകി ഡൽഹിയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ നദിയാണ് ഡൽഹിക്കാരുടെ കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ്. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് യമുന നദിയിൽ അമോണിയത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്, ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. അതിന്റെ അളവ് പറയുന്നത് 7 ppm എന്നാണ് രേഖകൾ പറയുന്നത്. അതായത് ഈ 7 ppm എന്ന അളവ് പല രോഗങ്ങൾ, കിഡ്നി തകരാറിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രോഗങ്ങൾ വരെ ഉണ്ടാക്കാം. അതുപോലെ ഛർദി, വയറിളക്കം, ശ്വാസം മുട്ടൽ, പല രോഗങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു അളവാണത്. അപ്പോൾ ഈ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഡൽഹി സർക്കാർ സ്വാഭാവികമായിട്ട് ഹരിയാന സർക്കാരിനോട് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അവർ നടപടിയും എടുത്തില്ല. അതിനുശേഷം ഡൽഹി ജൽ ബോർഡ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ സാഹചര്യത്തിലാണ് കേജ്രിവാൾ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ അമോണിയത്തിന്റെ കണ്ടന്റ് കൂടുമ്പോൾ പല വാട്ടർ ട്രീറ്റ്മെന്റ്, ഡൽഹിയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ അവതാളത്തിലാവുകയും പ്രവർത്തനം അവതാളത്തിലാവുകയും കുടിവെള്ളത്തിന് അവിടെ ക്ഷാമം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ഷാമം ഉണ്ടാക്കി ഡൽഹി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടി ഹരിയാന ഭരിക്കുന്ന BJP സർക്കാർ മനഃപൂർവ്വമായി ചെയ്തതാകാം ഇത്. അതാണ് കേജ്രിവാളിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ള കാരണം, അല്ലെങ്കിൽ ചേതോവികാരം. അത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആർക്കും അല്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. കേജ്രിവാൾ സർക്കാർ ഡൽഹി സർക്കാർ ഇവർക്ക് പരാതി കൊടുക്കുമ്പോൾ ഇവർ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ കേജ്രിവാളിന്റെ പ്രസ്താവന വന്നോടത്ത് അവർ പ്രതിക്കൂട്ടിലായി കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത മറ്റൊരു പ്രവർത്തനം, അവിടുത്തെ മുഖ്യമന്ത്രി ചെയ്ത ഒരു പ്രവർത്തനം, യമുന നദിയിലെ വെള്ളം കുടിച്ച് കാണിച്ചൊരു വീഡിയോ ഇറക്കി. പക്ഷെ അദ്ദേഹം ശരിക്കും ചെയ്തത് വെള്ളം കുടി വായിലേക്ക് ഒഴിച്ചു, അതിനുശേഷം അദ്ദേഹം തുപ്പിക്കളഞ്ഞു. അദ്ദേഹം ഇറക്കിയ വീഡിയോയിൽ തുപ്പിക്കളഞ്ഞ ഭാഗമില്ല, വെള്ളം കുടിക്കുന്ന ഭാഗമുണ്ട്, വെള്ളം വായിലേക്ക് ഒഴിക്കുന്ന ഭാഗമുള്ളൂ. അങ്ങനെ വീഡിയോ വെള്ളം നല്ലതാണെന്ന് കാണിക്കാൻ. എന്നാൽ അതിന്റെ ഒറിജിനൽ വീഡിയോ ലീക്കാവുകയും ഹരിയാനയിലും ഡൽഹിയിലും മുഴുവൻ അത് വൈറലാവുകയും ചെയ്തതോടെ അവർ വീണ്ടും പ്രതിക്കൂട്ടിലായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്താ? അപ്പോൾ BJP സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേജ്രിവാളിനെ സമൻസ് അയക്കുകയാണ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന BJP സർക്കാരിനെതിരെ ഒരു നടപടി എടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സൗഹാർദ്ദം നഷ്ടപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയതിനെതിരെ കേജ്രിവാളിനെ സമൻസ് അയച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.